അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യമായി റഷ്യ. താലിബാൻ വിദേശകാര്യ വക്താവ് സിയ അഹമ്മദ് തക്കാൽ ആണ് ഇക്കാര്യം അറിയിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ റഷ്യൻ അംബാസഡർ ദിമിത്രി ഷിർനോവും അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖിയും വ്യാഴാഴ്ച കാബൂളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നാലെയാണ് താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചുള്ള റഷ്യൻ സർക്കാരിന്റെ തീരുമാനം അംബാസഡർ അറിയിച്ചത്. ഇതിനു പിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനവും. റഷ്യയുടേത് ധീരമായ തീരുമാനമെന്നാണ് താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖി വിശേഷിപ്പിച്ചത്. ഈ ധീരമായ തീരുമാനം മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാകുമെന്നും റഷ്യ എല്ലാവരെക്കാളും മുൻപിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. താലിബാൻ സർക്കാരിനെ റഷ്യ അംഗീകരിച്ചതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും പിന്നീട് സ്ഥിരീകരിച്ചു. 2021 അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും അധികാരത്തിലേറിയ താലിബാൻ ഭരണകൂടം അന്താരാഷ്ട്ര അംഗീകാരങ്ങൾക്കായുള്ള ശ്രമങ്ങളിലായിരുന്നു. എന്നാൽ താലിബാൻ അധികാരത്തിലേറിയിട്ടും അഫ്ഗാനിസ്ഥാനിലെ എംബസികൾ അടച്ചുപൂട്ടാതിരുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായിരുന്നു റഷ്യ. 2022 താലിബാൻ സർക്കാരുമായി റഷ്യ അന്താരാഷ്ട്ര സാമ്പത്തിക കരാറിലും ഒപ്പിട്ടിരുന്നു. ഇതിനു പിന്നാലെ 2025 ഏപ്രിലിൽ താലിബാനെ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ നിന്നും റഷ്യ നീക്കം ചെയ്യുകയും ചെയ്തു. കാബൂളുമായി ഒരു സമ്പൂർണ്ണ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിനായിരുന്നു ഈ തീരുമാനമെന്ന് റഷ്യ അറിയിക്കുകയും ചെയ്തിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ജൂലൈയിൽ ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിൽ താലിബാനെ സഖ്യമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ചർച്ചകൾ നടത്തുന്നതിനായി താലിബാൻ പ്രതിനിധികൾ മോസ്കോയിലേക്ക് പോയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. താലിബാൻ അധികാരത്തിലെത്തിയ ശേഷം മനുഷ്യാവകാശ ലംഘനങ്ങൾ വർദ്ധിച്ചു വരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് റഷ്യയുടെ ഈ പുതിയ തീരുമാനവും ഉണ്ടായിരിക്കുന്നത്. ഊർജം, ഗതാഗതം, കൃഷി, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിൽ വാണിജ്യവും സാമ്പത്തികവുമായ സഹകരണ സാധ്യത താലിബാൻ ഭരണകൂടവുമായുള്ള ബന്ധത്തിൽ കാണുന്നുവെന്നാണ് റഷ്യയുടെ നിലപാട്. തീവ്രവാദത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടുന്നതിന് കാബൂളിനെ തുടർന്നും സഹായിക്കുമെന്നും റഷ്യ വ്യക്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2021 മുതൽ അഫ്ഗാനിസ്ഥാനിലുള്ള എംബസി അടച്ചുപൂട്ടാത്ത ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായിരുന്നു റഷ്യ. പ്രാദേശിക സുരക്ഷയും സാമ്പത്തിക വികസനവും ഉണ്ടാകുന്നതിനും കാബൂളുമായുള്ള ബന്ധം നിർണായകമാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ശരീഅത്ത് നിയമം രാജ്യത്ത് നടപ്പിലാക്കിയതിന് പാശ്ചാത്യ സർക്കാരുകളും മാനുഷിക സംഘടനകളും താലിബാൻ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ നടപടി. കഴിഞ്ഞ 4 വർഷമായി സ്ത്രീകൾക്ക് സെക്കൻഡറി ഉന്നത വിദ്യാഭ്യാസം തേടുന്നതിൽ താലിബാൻ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയമങ്ങൾ ലിംഗവിവേചനമാണെന്ന് ഐക്യരാഷ്ട്രസഭ വരെ പറഞ്ഞിട്ടുമുണ്ട്. അതേസമയം മുൻ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ പരസ്യമായ ചാട്ടവാറടികളും ക്രൂരമായ ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. ചൈന, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവയെല്ലാം കാബൂളിലേക്ക് അംബാസഡർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും താലിബാൻ സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അവരെ അംഗീകരിക്കുന്ന ഏക രാജ്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.